ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ആര് ചെയ്യുന്നു എന്നതല്ല കേരളത്തിലെ സമൂഹം നോക്കിയത്, എന്ത് നടക്കുന്നു എന്നതാണ് കേരളത്തിലെ ഓരോ മനുഷ്യ മനസ്സുകളും നോക്കിക്കണ്ടത്. ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഏപ്രിൽ 5-ാം തീയതി അഥവാ പാടന്തറ മർക്കസിലേക്ക് മുഴുവൻ കണ്ണുകളും നോക്കുകയാണ്. വളരെ മനോഹരമായ, ഒരിക്കലും പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ഒരു ഉദ്യമത്തിന് സാക്ഷിയാവുകയാണ് പാടന്തറ മർക്കസ്. ദേവർഷോല ഉസ്താദിന്റെ കഠിന പരിശ്രമത്താൽ അൽഹംദുലില്ലാഹ് 850 നവവധുവരന്മാർക്ക് വേദി ഒരുങ്ങുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മുസൽമാനോ ഹൈന്ദവനോ ക്രൈസ്തവനോ എന്നല്ല, കേരളത്തിൽ ജീവിക്കുന്ന മനസ്സിൽ അല്പമെങ്കിലും നിഷ്കളങ്കതയുള്ള വർഗീയ ചിന്തകളോ വർഗീയമായ പ്രവൃത്തികളോ ഒന്നുമില്ലാത്ത നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അതിലേക്ക് ഒരു രൂപയെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ 4.25 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത്. 4.25 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാലും ഇനിയും അതിലേക്ക് ഒരുപാട് ഫണ്ടുകൾ വേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോവുകയാണ്, ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ രതീഷ് ആർ മേനോൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഈ പോസ്റ്റ് കാണാനിടയായി. വളരെ സന്തോഷം നൽകിയ ഒരു പോസ്റ്റായിരുന്നു. കാരണം ഒരു മുസൽമാൻ നടത്തുന്നതല്ലേ എന്ന് പറഞ്ഞൊരിക്കലും ഒരു ഹൈന്ദവൻ മാറി നിന്നില്ല. അതല്ലെങ്കിൽ ഒരു ഹൈന്ദവനല്ലേ നടത്തുന്നെന്ന് പറഞ്ഞ് മുസൽമാൻ മാറി നിന്നില്ല. എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായി ഇവിടെ ഇങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ മാരിയോ ജോസഫിന്റെ വേഷത്തിൽ വന്നാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ രതീഷ് ആർ മേനോൻ എന്ന് പറയുന്ന സഹോദരൻ ഇട്ട ഈ പോസ്റ്റിന്റെ അടിയിൽ ഒരു മനുഷ്യൻ വന്ന് വർഗീയമായ ഒരു കമന്റ് എഴുതിയിടുകയാണ്. അത് കണ്ടപ്പോൾ വല്ലാത്ത വേദനയായിപ്പോയി. പ്രിയപ്പെട്ട സഹോദര, ശ്രദ്ധിക്കണം. നമുക്ക് നൽകാനോ അതല്ലെങ്കിൽ നടത്താനോ കഴിയുന്നില്ല എങ്കിൽ നടത്തുന്നവരെ പിന്തിരിപ്പിക്കാനും അവരെ മാറ്റി നിർത്താനും നോക്കരുത് ഒരിക്കലും. ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലാണ് 850 പേരെ വിവാഹം കഴിച്ചയപ്പിക്കുക എന്ന് പറയുന്നത്. അതൊരു ത്യാഗം തന്നെയാണ്. ആ ത്യാഗം നോക്കി നമുക്ക് അസൂയപ്പെടാനല്ലാതെ അതിൽ പങ്കാളികളാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ പ്രവാസികൾ ഈ വല്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങളിലും പ്രവാസികളായ സഹോദരങ്ങളുടെ അതിശക്തമായ സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഇതിലേക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2014 114 ദമ്പതികളിൽ നിന്നും തുടക്കം കുറിച്ച ഈ ഉദ്യമം 2026 ആയപ്പോഴേക്കും പാടന്തറ മർക്കസിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറം ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു അസുലഭ സുദിനമായി നാളെ ഏപ്രിൽ 5-ാം തീയതി മാറുകയാണ്. അതുകൊണ്ട് ഇനിയും വൈകിയിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നതിലേക്ക് നിങ്ങളുടെ 1 രൂപയെങ്കിലും നിങ്ങൾ അയച്ച് നിങ്ങളതിൽ പങ്കാളികളാകുക. നാഥൻ നമുക്കെല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.